തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിനമാണിന്ന്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇന്ന് വിധി എഴുതുന്നത്. ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനും UDF-നും കൂടുതൽ മേധാവിത്വമുള്ള ജില്ലകളാണ് ഏറെയുമുള്ളത്. നമുക്കറിയാം, മലപ്പുറം, വയനാട് പോലെയുള്ള ജില്ലകളുണ്ട്. അവിടെയൊക്കെ തന്നെ UDF-ന്റെ ഒരു തേരോട്ടം ഇത്തവണയും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും രണ്ടാം ഘട്ട പോളിംഗിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ മികച്ച പോളിംഗ് നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം സ്വന്തം നാടായ കണ്ണൂരിൽ രാവിലെ വോട്ട് രേഖപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ചില പ്രതികരണമൊക്കെ നടത്തിയിരിക്കുകയാണ്. എന്തായാലും രാവിലെ തന്നെ മുഖ്യമന്ത്രി വടി കൊടുത്ത് അടി വാങ്ങി എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൽ മറ്റു വിഷയങ്ങളൊക്കെ തന്നെ മറച്ചു വെക്കാനായിട്ടും തങ്ങളുടെ പോരായ്മകളൊക്കെ തന്നെ ചർച്ച ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് സർക്കാരിനെതിരായ വികാരങ്ങൾ അത് ജനശ്രദ്ധയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ രാഹുൽ മങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയമാണ് മാധ്യമങ്ങളോട് കൂടുതലായിട്ട് പ്രതികരിച്ചത്. ഒരു സ്ത്രീലമ്പടൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, അതിന് കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ നടത്തിയ ഒരു പ്രതികരണമുണ്ട്. അതായത് രണ്ടാമത്തെ പരാതി അത് വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതിയാണത്. കോൺഗ്രസിനെ ഒന്ന് കുരുക്കാൻ വേണ്ടി നടത്തിയ ഒരു പണിയാണ് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയുണ്ട്. അപ്പോൾ അതിനെ പിടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെതിരെ ഒരു പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നത്. എന്തായാലും കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസും മാങ്കൂട്ടവും തമ്മിൽ യാതൊരു ബന്ധവും നിലവിലില്ല. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ യാതൊരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. എന്നാൽ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് മുഖ്യമന്ത്രിക്കും CPM-നും LDF-നും ഇല്ല എന്നാണ് നമുക്കിപ്പോൾ ഈ പ്രതികരണത്തിൽ നിന്നും കാണാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ അത്തരത്തിലുള്ള ഈ പ്രതികരണം എന്തായാലും ഉചിതമായ സമയത്താണ്. കാരണം സ്വന്തം പാളയത്തിലുള്ള ഈ സ്ത്രീലമ്പടന്മാരെ എല്ലാം രണ്ട് കൈക്കുള്ളിലും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പറയുന്ന കോഴിക്കുഞ്ഞുങ്ങളെ അമ്മക്കോഴി സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗീർവാണങ്ങൾ വിടുന്നത് എന്നതാണ് വളരെ വിരോധാഭാസമായ ഒരു കാര്യം. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ഇടത് സഹയാത്രികനായിട്ടുള്ള അവരുടെ മുൻ MLA ആയിട്ടിരുന്ന PT കുഞ്ഞുമുഹമ്മദ് എന്ന സംവിധായകനെതിരായിട്ട് ഒരു യുവ സംവിധായിക ലൈംഗിക പീഡന പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് ആ പരാതിയിൽ അതുകൊണ്ട് ഒരാഴ്ചയോളം അടയിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഈ പറയുന്ന കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് നമുക്ക് കാണാതിരുന്നുകൂടാ. നവംബർ 27-ന് ആ യുവതി പരാതി കൊടുത്തിട്ട് ഡിസംബർ 2-നാണ് ഈ മുഖ്യമന്ത്രി അത് ശ്രദ്ധയിൽപ്പെടുന്നത് എന്നാണ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇമെയിലായിട്ട് ലഭിച്ച പരാതി മുഖ്യമന്ത്രിക്ക് ശ്രദ്ധയിൽപ്പെടാനായിട്ട് ഒരാഴ്ച ആയി എന്നത് അങ്ങേയറ്റം അപഹാസ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന പരാതി വരുന്ന ഇമെയിലൊക്കെ ആഴ്ചയിൽ ഒരിക്കലും മാസത്തിൽ ഒരിക്കലും ഒക്കെ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അങ്ങനെ 27-ന് ലഭിച്ച പരാതി മുഖ്യമന്ത്രി 2-ാം തീയതി പോലീസിന് കൈമാറുന്നു. അതിനുശേഷം 2-ാം തീയതി ലഭിച്ച ഈ പരാതിയിൽ പോലീസ് പിന്നീട് കേസെടുക്കുന്നത് ഇത് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്ന് അതിനുശേഷം ഡിസംബർ 8-ാം തീയതിയാണ്. അങ്ങനെ ഏതാണ്ട് 2 ആഴ്ച കാലത്തോളം ഈ പരാതിക്ക് മുകളിൽ അടയിരുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണ സംവിധാനവുമാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഈ പറയുന്ന കോൺഗ്രസ് ശക്തമായ നടപടിയെടുത്ത ഒരു വിഷയത്തിൽ ഈ 2-ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ മറ്റേ ശബരിമല കൊള്ള പോലെയുള്ള സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരങ്ങളെ എല്ലാം തന്നെ ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടൊരു പ്രതികരണവുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ നടിയെ ആക്രമിച്ച കേസിൽ വിധിയുമായി ബന്ധപ്പെട്ട് UDF കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ പ്രതികരണത്തിൽ പിടിച്ചുകൊണ്ടും അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുകയാണ്. അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റായ പരാമർശം ഉണ്ടായപ്പോൾ അദ്ദേഹം അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് തിരുത്തുന്ന ഒരു സമീപനം നമ്മൾ കണ്ടതാണ്. KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവര് കോൺഗ്രസിന്റെ UDF-ന്റെ നിലപാട് വിധി വന്ന ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നാൽ അടൂർ പ്രകാശ് UDF കൺവീനർ എന്ന നിലയിൽ നടത്തിയ ആ പ്രതികരണം തെറ്റായ ഒരു പ്രതികരണം, അതിൽ പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും LDF നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടൂർ പ്രകാശ് തിരുത്തിയിട്ടും അത് അവർ അംഗീകരിക്കത്തില്ല എന്ന ഒരു നിലപാടാണ്. അങ്ങനെയാണെങ്കിൽ മുൻകാലങ്ങളിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയും CPM-ന്റെ നേതാക്കളും ഒക്കെ തന്നെ എടുത്തിട്ടുള്ള പിന്തിരിപ്പൻ നിലപാടുകൾ പിന്നീട് അവർ മലക്കം മറിഞ്ഞ സമീപനങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവരെ തിരുത്തിയ ആ സമീപനങ്ങളൊന്നും തന്നെ അംഗീകരിക്കേണ്ട എന്നതാണോ അവർ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും ഒടുവിൽ ഈ PM ശ്രീ വിഷയത്തിൽ പോലും അവിടെ ചെന്നൊപ്പിട്ട് കാശൊക്കെ വാങ്ങിയിട്ടാണ് CPI-യുടെ വിമർശനത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധത്തിന് വഴങ്ങിക്കൊണ്ട് അത് തിരുത്തുന്നു എന്ന് പറഞ്ഞ്
മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ കേന്ദ്രത്തിന് കത്തെഴുതിയത്. അപ്പോൾ അങ്ങനെ ആ തിരുത്തൽ നടപടിയൊന്നും പിന്നീട് പ്രാബല്യത്തിൽ വരില്ല എന്നതാണോ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്? ഒരു തെറ്റുപറ്റിയാൽ അത് തിരുത്തുന്നത് ശരിയായ നടപടിയല്ല, അല്ലെങ്കിൽ തിരുത്തുന്നത് തങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന നിലപാടാണോ മുഖ്യമന്ത്രിക്കും CPM ഉള്ളത് എന്നൊരു ചോദ്യമാണ് അവിടെ ഉയരുന്നത്. എന്തായാലും ഇതിന് ശക്തമായ രീതിയിലുള്ള മറുപടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊടുത്തിട്ടുണ്ട്. ഉരുളക്കുപ്പേരി എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടി P ശശി മുതല് PT കുഞ്ഞുമുഹമ്മദ് വരെയുള്ളവരുടെ ഈ ലൈംഗിക പീഡന കേസുകളെല്ലാം എടുത്തിട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല ശക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. തങ്ങളെ ഇങ്ങനെയൊന്നും പഠിപ്പിക്കാൻ മുഖ്യമന്ത്രി വരണ്ട, അതായത് ബലാത്സംഗ വീരന്മാരെയും ലൈംഗിക പീഡകന്മാരെയും ഒക്കെ തന്നെ സംരക്ഷിച്ചിട്ടുള്ള, പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഇവരെയെല്ലാം സംരക്ഷിച്ചിട്ടുള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കിടക്കുന്ന CPM പ്രമുഖ നേതാക്കളായിട്ടുള്ള മുൻ MLA യും നിലവിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോഴും ഒരു പാർട്ടി നടപടിക്കും വിധേയമാക്കാത്ത ഒരു സംവിധാനമാണ് ഈ പറയുന്ന CPM ആ പാർട്ടിയും ആ പാർട്ടിയുടെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയുമാണ് കോൺഗ്രസിനെയും UDF മര്യാദയും ഒപ്പം തന്നെ ഔചിത്യവും ഒക്കെ തന്നെ പഠിപ്പിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖമടച്ചുള്ള മറുപടി രമേശ് ചെന്നിത്തല കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും ഈ രണ്ടാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ നേരത്തെ പറഞ്ഞതുപോലെ വടി കൊടുത്ത് അടി വാങ്ങുക എന്നൊരു സമീപനമാണ്, അത്തരമൊരു നിലപാടാണ് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ തന്നെ സ്വീകരിച്ചത്.